വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. 2025 നടത്താനിരിക്കുന്ന HSA നാച്ചുറൽ സയൻസ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനത്തോടെ പ്രതീക്ഷിക്കാം. HSA നാച്ചുറൽ സയൻസിന്റെ ലോങ് ടേം ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ്സുകൾ സെൻസോബിൽ സ്റ്റാർട്ട് ചെയ്തു. കോഴ്സ് മെറ്റീരിയൽസ് ഇതൊക്കെയാണ്. ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. റെക്കോർഡഡ് ലെക്ചർ, സിമ്പിൾ ഇൻസ്റ്റന്റ് നോട്ട്സ്, PDF നോട്ട്സ്, പ്രാക്ടീസ് ടെസ്റ്റ് ഇതൊക്കെയുണ്ട്. Simple instant notes and it include comprehensive collection of study materials covering all the important topics in the syllabus of our exam, including the previous year question papers. Okay. മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പല HSA നാച്ചുറൽ എക്സാമിനും സെൻസോബിലെ സ്റ്റുഡൻസിന് ഉയർന്ന റാങ്കുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ HSA നാച്ചുറൽ സയൻസിലെ എക്സാമിന് സെൻസോബിലെ റാങ്ക് ഹോൾഡേഴ്സ് ഇതാണ്. മറ്റു ചിലരുടെ ഫോട്ടോസ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ട്രിവാൻഡ്രം, കൊല്ലം ജില്ലകളിലെ ഒന്നാം റാങ്കുകൾ ഉൾപ്പെടെ ട്രിവാൻഡ്രം, കൊല്ലം, മറ്റ് പല ജില്ലകളിലും സെൻസോബിലെ സ്റ്റുഡൻസിന് ഉയർന്ന റാങ്കുകൾ ലഭിക്കുകയുണ്ടായി. ഇതിൽ പല റാങ്ക് ഹോൾഡേഴ്സും ലോങ് ടേം കോഴ്സിൽ തന്നെ ചേർന്ന് പഠിച്ചവരാണ്. വളരെ വാസ്റ്റ് സിലബസ് അല്ലേ. സുവോളജി, ബോട്ടണി, ഇതും മലയാളത്തിൽ നന്നായി മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ ലോങ് ടേം കോഴ്സിൽ ചേർന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, നമുക്ക് 2002 നാച്ചുറൽ സയൻസ് എക്സാമിന് ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് 1 ഇതില് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു വരുന്നു. ഇതില് ആദ്യത്തെ 20 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണ്, ജനറലാണ്. നമുക്ക് സബ്ജക്റ്റിലെ മറ്റേ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഇത് കഴിഞ്ഞ ക്ലാസ് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. വൈറസ് അണുബാധയോടനുബന്ധിച്ച് സസ്തനികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആന്റിവൈറൽ ഘടകമാണ് വെറിയോൺ, ഇന്റർഫെറോൺ, ആന്റിവൈറൽ, ആന്റിജൻ. ഇന്റർഫെറോൺ ആണല്ലോ അതിന്റെ വിവിധ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ചക്കച്ചുള സസ്യശാസ്ത്രപരമായി എന്താണ്? അണ്ഡാശഭിത്തി, വിത്തുകവചം, ദളവിതളങ്ങൾ, ഭ്രൂണസഞ്ചി. ദളവിതളങ്ങളാണല്ലോ. NCERT ബുക്കില് ശരിയും പെരിയാന്ത് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ ചോദിക്കാം. ഇതിൽ തന്നെ ഇപ്പൊ സെപ്പൽ എന്താ, വിതളപുടം അഥവാ ബാഹ്യതളം, കൊറോള, ദളപുടം എല്ലാം മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇതിൽ തന്നെ ചില ഇന്ത്യൻ ഫലങ്ങളും ഭക്ഷ്യയോഗ്യമായ ഭാഗം ഇതെല്ലാം നമ്മുടെ ഇൻസ്റ്റന്റ് നോട്ട്സിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സീതപ്പഴം, ഹത്തി, മാങ്ങ, വൃത്തിചക്ക, പൈനാപ്പിൾ എന്ന് പറയുന്നത്, ലിച്ചി. ഇത് വേണമെങ്കിലും ഹത്തി ഇതിലേക്ക് ചോദിക്കാം. നമ്മുടെ കോമൺ ആയിട്ടുള്ള എല്ലാം പഠിച്ചതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, കുക്കുർബിറ്റേസിയയിലെ സസ്യകുടുംബത്തിലെ കേസരങ്ങൾ താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടാണ്? സെൻജനേഷ്യസ്, സെനാൻഡ്രസ്, മൊണറിക്കസ്, പോളിഡാക്ടസ്. സെനാൻഡ്രസ് ആണ്. അതും കഴിഞ്ഞ ക്ലാസ് ചെയ്തതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ജി പ്രോട്ടീനിലെ ആൽഫ ഘടകം പ്രവർത്തനക്ഷമമാകുന്നത് GTPയുമായി ബന്ധിക്കുമ്പോൾ, ATPയുമായി ബന്ധിക്കുമ്പോൾ, ഫെറമോണുകളുമായി ബന്ധിക്കുമ്പോൾ, സൈറ്റോ റിസപ്റ്ററുമായി ബന്ധിക്കുമ്പോൾ. GTPയുമായി ബന്ധിക്കുമ്പോഴാണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനൊന്നുകൂടെ നോട്ട്സ് പറയാം. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹോർമോണിന്റെ പ്രവർത്തന രീതിയുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സിഗ്നലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നെറ്റിനാണ്, HSST ആണെങ്കിലും എല്ലാം പഠിക്കുന്നതല്ലേ ഡീറ്റെയിൽ. അത്ര ഡീറ്റെയിൽ അല്ലെങ്കിലും ഇങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് നമ്മളുടെ GPCR അതിന്റെ പ്രവർത്തിക്കുന്ന കാസ്കേഡായിട്ട് അതിന്റെ പാത്ത് നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ സിമ്പിളായിട്ടൊന്ന് പറയാം. അതായത് പ്രവർത്തന രീതി അനുസരിച്ച്, സ്ട്രക്ചർ കോമ്പോസിഷനെ ബേസ് ചെയ്തിട്ടല്ല, പ്രവർത്തന രീതി അനുസരിച്ച് ഹോർമോണുകളെ പ്രധാനമായും രണ്ടായി തരത്തില്ല. ഇതൊക്കെയാണ് ലക്ഷ്യകലകളിൽ ടാർഗറ്റ് സെൽസിൽ കാണുന്ന
സ്തരബന്ധിത ഗ്രാഹ്യമായി, അതായത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് ആയി ചേർന്ന് പ്രവർത്തിക്കുന്നവ. അപ്പൊ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ ഉള്ളത്, അതുമായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താ? ഗ്ലൂക്കഗോൺ, എപ്പിനെഫ്രിൻ, ഇൻസുലിൻ, അതായത് എല്ലാം നോൺ സ്റ്റീറോയിഡ് ഹോർമോൺസ് ആണ്. അപ്പൊ നോൺ സ്റ്റീറോയിഡ് ഹോർമോൺ അതിന്റെ പ്രവർത്തനം. അപ്പൊ അത് ദെൻ കോശാന്തര ഗ്രാഹികളുമായി ഇൻട്രാസെല്ലുലാർ റിസപ്റ്ററുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത് ഇതാണ് സ്റ്റീറോയിഡ് ഹോർമോണുകൾ. തൈറോയിഡ് ഹോർമോണുകൾ, അത് തൈറോയിഡ് നോൺ സ്റ്റീറോയിഡ് ഹോർമോണാണ്, സ്റ്റീറോയിഡ് അല്ല. പക്ഷെ എന്നാലും ഇവൻ ദോ തൈറോക്സിൻ ഇസ് എ നോൺ സ്റ്റീറോയിഡ് ഹോർമോൺ, ഇറ്റ് ഹാസ് എ ഫുള്ളി ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ. അത് ഞാൻ വഴിയെ പറയാം. ദെൻ ആദ്യം നമുക്ക് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ ഉള്ളത്. സ്തരബന്ധിത ഗ്രാഹികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് GPCR, ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ. അതുപോലെ പലതും ഉണ്ടല്ലോ, അതിൽ മെയിൻ ആയിട്ടുള്ള ഇതാണ്. സ്തരബന്ധിത ഗ്രാഹികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണുകളായ ഗ്ലൂക്കഗോൺ, എപ്പിനെഫ്രിൻ, ഇവിടെ ഞാൻ എപ്പിനെഫ്രിൻ ആണ് കാണിച്ചിരിക്കുന്നത്. എപ്പിനെഫ്രിൻ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ മുതലായവ GPCR ബന്ധിക്കുമ്പോൾ, ഇവിടെ ഞാനിത് വെച്ച് പറയാം. ഇത് ബന്ധിക്കുമ്പോൾ ഇത് ഇവിടെ എപ്പിനെഫ്രിൻ, ഇവിടെ GPCR ഇതാണ്. GPCR ഇതിനെ ബീറ്റ അഡ്രിനാർജിക് റിസപ്റ്റർ ടൈപ്പിലെന്ന് പറയും. ഇത് HSST-NET പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, MSc എല്ലാം പഠിച്ചിട്ടുള്ളവർക്ക്. ബീറ്റ അഡ്രിനാർജിക് റിസപ്റ്റർ. ഇപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വന്ന സ്ഥിതിക്ക് ചോദിക്കാൻ ബീറ്റ അല്ലെങ്കിൽ ഇത് എത്ര പാസ് റിസപ്റ്റർ ആണ്? 7 പാസ് ആണ്. ഓക്കെ, ആഫ്റ്റർ ആൾ റിസപ്റ്റർ എന്ന് പറയുന്ന പ്രോട്ടീൻ അല്ലേ, ഇതാ പ്രോട്ടീൻ 7 പ്രാവശ്യം ഇങ്ങനെ മെംബ്രെയിനിലൂടെ 7 പാസ് റിസപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ GPCR, ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ അല്ലെ. അപ്പൊ എന്താണ് എന്റെ പേര് കൊണ്ട് തന്നെ അറിയാം, ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ റിസപ്റ്റർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ജി പ്രോട്ടീനുമായിട്ട് കപ്പിൾ ചെയ്താണ് പ്രവർത്തിക്കുന്നത്. നോക്കാം, ഇതാ എപ്പിനെഫ്രിൻ ഇവിടെ ഒന്ന് ബൈൻഡ് ചെയ്തു. അന്നേരം ഞാൻ പറഞ്ഞ കസ്കാർഡായിട്ട് ഇങ്ങനെ ഓർത്താൽ മതി, ഇതൊന്നുമില്ല, വളരെ എളുപ്പം. ഇപ്പൊ ഇവിടെ അന്നേരം എന്താ സംഭവിക്കുക? GPCR അത് ഉത്തേജിക്കപ്പെടും, പ്രേരിപ്പിക്കപ്പെടും, അപ്പൊ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. അപ്പൊ അത് പ്രേരിപ്പിക്കപ്പെട്ടാൽ, അത് സ്റ്റിമുലേറ്റ് ചെയ്താൽ അതുമായിട്ട് ചേർന്നിരിക്കുന്ന ഇതാണ് ജി പ്രോട്ടീൻ. ഇതുമായിട്ട് കപ്പിൾ ചെയ്താൽ ഇത് പ്രവർത്തിക്കുന്നത്. അപ്പൊ ജി പ്രോട്ടീൻ ഇതാണ്, അതൊരു ട്രൈമറാണ് കേട്ടോ. അത് ആൽഫ കണ്ടോ, ബീറ്റ, ഗാമ കണ്ടോ, ആൽഫ, ബീറ്റ, ഗാമ. ഈ ആൽഫ യൂണിറ്റ് ആരുമായിട്ടാണ് ചേർന്നിരിക്കുന്നത്? GDP-യുമായിട്ടാണ്. അപ്പൊ ഇനി ഇവിടെ ഈ ട്രൈമർ ഇപ്പോൾ എന്തായി? കുറെ കൂടെ സ്റ്റിമുലേറ്റ് ആയി. എപ്പോഴാണ് സ്റ്റിമുലേറ്റ് ആയത്? എപ്പിനെഫ്രിൻ പോലെയുള്ള ഈ നോൺ സ്റ്റീറോയിഡ് ഹോർമോൺ GPCR-ൽ ബൈൻഡ് ചെയ്തപ്പോൾ അത് സ്റ്റിമുലേറ്റ് ആയി. അപ്പൊ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള GPCR എന്ത് ചെയ്തു? അതുമായിട്ട് കപ്പിൾ ചെയ്തിരിക്കുന്ന ജി പ്രോട്ടീനെ ഉത്തേജിപ്പിച്ചു, സ്റ്റിമുലേറ്റ് ചെയ്തു. അപ്പൊ അത് സ്റ്റിമുലേറ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? അതിലുമായിട്ട് ആൽഫ യൂണിറ്റുമായിട്ട് ചേർന്നിരിക്കുന്ന GDP ഇതിലന്ന് ഡിറ്റാച്ച് ചെയ്യും. അതായത് ഈ GDP-ക്ക് പറയാൻ GTP-യുമായിട്ട് അത് ബൈൻഡ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോ പിന്നെ അതുമായിട്ട് ചേർന്നിരിക്കത്തില്ല, അതങ്ങോട്ട് സ്റ്റിമുലേറ്റ് ആയി. അപ്പൊ കണ്ടോ ആൽഫ യൂണിറ്റ് GTP-യുമായിട്ട് ചേർന്നു, അത് ഇതിലങ്ങ് മാറി. അത് മാറിയിട്ട് എന്താ? അതിന്റെ ജോലി ചെയ്യും. എന്താണ് അത്? ഈ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള അഡിനിലേറ്റ് സൈക്ലേസിനെ പ്രേരിപ്പിക്കും. ഈ അഡിനിലേറ്റ് സൈക്ലേസ് എന്ത് ചെയ്യും? ATP-യിൽ സൈക്ലിക് AMP പ്രൊഡ്യൂസ് ചെയ്യും. കണ്ടോ? ഇപ്പൊ ഇതിലുള്ള ഏതും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഈ സൈക്ലിക് AMP പിന്നെ എന്താ ചെയ്യുക? അതാണ് അടുത്ത ജോലി ചെയ്യുന്നത്. എപ്പിനെഫ്രിന്റെ ജോലി എന്താണ്? അതവിടെ സെല്ല് നിർവഹിക്കും. കാര്യം ഇവിടെ സെക്കൻഡ് മെസ്സഞ്ചർ ആണ് ആര്? ഈ സൈക്ലിക് AMP അല്ലെ. സൈക്ലിക് AMP എന്ന് പറയുന്ന സെക്കൻഡ് മെസ്സഞ്ചർ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അപ്പോ ഇവിടെ അതായത് ദ്വിതീയ സന്ദേശവാഹകർ, അതിലെ നോട്ട്സിൽ മലയാളം എല്ലാം ഉണ്ട്, ഞങ്ങളിപ്പം പെട്ടെന്ന് പറയാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ആ സെക്കൻഡ് മെസ്സഞ്ചർ ഇനാക്റ്റീവ് പ്രോട്ടീൻ കൈനേസ് എ, പ്രോട്ടീൻ കൈനേസ് ആക്റ്റീവ് പ്രോട്ടീൻ കൈനേസ് എ ആക്കി. ഇപ്പൊ കൈനേസ് ആക്ടിവിറ്റി വഴിയാണല്ലോ ഇതിന്റെ എല്ലാം പ്രവർത്തനം. അതെല്ലാം ഞാൻ വ്യക്തമായിട്ട് അത് ക്ലാസ് എടുക്കുമ്പോൾ പറയാം. അപ്പോൾ ഇവിടെ ഇനി അടുത്തൊരെണ്ണം മനസ്സിലാക്കാം. അപ്പൊ ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ എന്താ ചെയ്യുന്നത്? ജി പ്രോട്ടീനിലെ ആൽഫ ഘടകം പ്രവർത്തനക്ഷമമാകുന്നത് എപ്പോഴാണ്? പ്രവർത്തനക്ഷമമായത്? ഇതിപ്പോ പ്രവർത്തനക്ഷമ അല്ല, അത് GDP-യുമായിട്ടാണ് ചേർന്നിരിക്കുന്നത്. അപ്പൊ GTP-യുമായി ചേർന്നപ്പോഴാണ് പ്രവർത്തനക്ഷമമായത്. പ്രവർത്തനക്ഷമമായി. അതിന്റെ പ്രവർത്തനം എന്താ? സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ആൽഫ യൂണിറ്റ്
ഇവിടെ അഡിനൈൽ സൈക്ലേസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതെന്ത് ചെയ്തു? ATPയിൽ നിന്നും സൈക്ലിക് AMP പിടിച്ചു. അതെന്ത് ചെയ്തു? ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻ കൈനസ് ആക്റ്റീവ് ആയിട്ട്. ഇനി നമുക്ക് ഇത് പഠിക്കാം. കോശാന്തര ഗ്രാഹികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണുകൾ പ്രവർത്തനം ചെയ്യാൻ മനസ്സിലാക്കുക. അപ്പോൾ കോശാന്തര ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റീറോയിഡ് ഹോർമോൺസും പിന്നെ നോൺ സ്റ്റീറോയിഡ് ആയിട്ടുള്ള തൈറോക്സിൻ അതൊരു എക്സെപ്ഷൻ ആണ്, ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഇത് സ്റ്റീറോയിഡ് ഹോർമോൺ ആണോട്ടല്ല, സ്റ്റീറോയിഡ് ഹോർമോൺ ഉണ്ട്, മെമ്പറൈനിലൂടെ അകത്ത് കയറുന്നു. അപ്പൊ അവിടെ മെമ്പറൈനിൽ സൈറ്റോസോളിൽ കാണുന്ന റെസപ്റ്ററുമായിട്ട് ചേർന്നു, സൈറ്റോസോളിൽ കാണുന്ന റെസപ്റ്ററുമായിട്ട് മനസ്സിലാക്കാം. എന്നിട്ട് അത് ന്യൂക്ലിയസിനകത്ത് കയറിയിട്ട് ഇതിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ എന്താണ്? പ്രോട്ടീൻ കൈനേസ് വഴിയുള്ള പ്രവർത്തനം അല്ലെ. ഇവിടെ DNA ആയിട്ട് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെ. DNA ആയിട്ട് പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും? കൺസേൺഡ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെ ഫംഗ്ഷനിലാവും. അപ്പൊ കോശാന്തര ഗ്രാഹികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണുകൾ ജീനോമുമായി ഇടപെട്ട് ജീൻ പ്രകടനത്തെ ജീൻ എക്സ്പ്രഷൻ നിയന്ത്രിക്കുന്നു. ഓക്കെ. പിന്നെ ഇനി വേറൊരു പ്രത്യേകത ഉണ്ട്. സ്റ്റീറോയിഡ് ഹോർമോൺ തൈറോക്സിനും ഉണ്ടല്ലോ, രണ്ടിനും എന്താണ്? കോശാന്തര ഗ്രാഹികളാണ്. അപ്പൊ സ്റ്റീറോയിഡ് ഹോർമോണുകൾക്കും തൈറോയ്ഡ് ഹോർമോണുകൾക്കും കോശാന്തര ഗ്രാഹികളാണ് ഉള്ളതെങ്കിലും, എന്ന് പറഞ്ഞാൽ ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ ആണ് ഉള്ളെങ്കിലും, ശ്രദ്ധിക്കുക, രണ്ടിനും ചെറിയൊരു വ്യത്യാസം. കോമൺ ആയിട്ടുള്ള കാര്യം ഇതാ, രണ്ടിനും എന്താണ്? ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ ഉള്ളത്. പക്ഷേ ഇവിടെ നോക്കിയേ, സ്റ്റീറോയിഡ് ഹോർമോൺ നമ്മൾ കണ്ടത് സൈറ്റോസോളിലല്ലേ, കോശദ്രവ്യ കോശാന്തര ഗ്രാഹികളാണ്. അതെ, ഇൻട്രാസെല്ലുലാർ ആണ്, പിന്നെ അതെ മെംബ്രെയിൻ ബൗണ്ട് അല്ല, പക്ഷെ കോശദ്രവ്യ സൈറ്റോപ്ലാസ്റ്റിലാണ്. പക്ഷേ തൈറോക്സിൻ ആണെങ്കിൽ, തൈറോക്സിന്റെ പടം ഞാൻ കൊടുത്തിട്ടില്ല, വേറെ വ്യത്യാസമൊന്നുമില്ല. അത് തൈറോക്സിൻ ഇതുപോലെ ഇങ്ങനെ പ്ലാസ്മ മെംബ്രെയിൻ്റെ അകത്തങ്ങ് കയറിയിട്ട് ന്യൂക്ലിയസിനകത്ത് വരും. ന്യൂക്ലിയസിനകത്ത് വരുമ്പോൾ ഒരു റിസപ്റ്റർ ഉണ്ട്, അതുമായിട്ടങ്ങ് ചേരും. എന്നിട്ടാണ് DNA ആയിട്ട് ചേരുക. മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മുടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, വായിക്കണം. സ്റ്റീറോയിഡ് ഹോർമോണുകൾക്കും തൈറോയ്ഡ് ഹോർമോണുകൾക്കും കോശാന്തര ഗ്രാഹികളാണ് ഉള്ളതെങ്കിലും, സ്റ്റീറോയിഡ് ഹോർമോണുകൾക്ക് കോശദ്രവ്യ കോശാന്തര ഗ്രാഹികളും തൈറോയ്ഡ് ഹോർമോണുകൾക്ക് ന്യൂക്ലിയർ കോശാന്തര ഗ്രാഹികളുമാണ് ഉള്ളത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചീസ് ഉത്പാദനത്തിന് ഉപയോഗിക്കുന്ന അണുജീവി സ്ട്രെപ്റ്റോകോക്കസ്, ലാക്ടോബാസില്ലസ്, ഇത് രണ്ടും ഉണ്ടല്ലോ, ഇത് സി ആണ്, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇരുന്നൊരു ക്വസ്റ്റ്യൻ ഇത്തവണ ചോദിക്കും. ഇത് സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ഉണ്ട്, സെക്സ് ലിമിറ്റഡ് ഉണ്ട്, സെക്സ് ലിങ്ക്ഡ്. ഇത് സെക്സ് ലിങ്ക്ഡ് ഫിസിക്കൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഏരിയയിൽ നിന്ന് സെക്സ് ട്രൈറ്റ്സിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കും. ഇപ്പോൾ മനുഷ്യരിൽ ഹീമോഫീലിയയ്ക്ക് കാരണമാകുന്ന ജീൻ എക്സ് ക്രോമസോമുകളിലാണ് കാണപ്പെടുന്നത്. അതന്നല്ലോ. താഴെ പറയുന്നവയിൽ സാധ്യമല്ലാത്തത്, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി ചെയ്യണം കേട്ടോ. സാധ്യമല്ലാത്തത് കണ്ടെത്തുക. എ, രോഗിയായ അച്ഛൻ മകൾക്ക് ജീൻ പകർന്നു നൽകുന്നു. രോഗിയായ അച്ഛൻ മകന് ജീൻ പകർന്നു നൽകുന്നു. വാഹകയായ അമ്മ മകൾക്ക് ജീൻ പകർന്നു നൽകുന്നു. വാഹകയായ അതായത് കാരിയർ അല്ലെ, വാഹകയായ അമ്മ മകന് ജീൻ പകർന്നു നൽകുന്നു. ഞാനത് പറഞ്ഞുതരാം, അന്നേരം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി. എൻ്റെ ആൻസർ എന്ന് ബി ആണ്. രോഗിയായ അച്ഛൻ, അതായത് ഹീമോഫീലിയ ബാധിച്ച അച്ഛൻ മകന് ജീൻ പകർന്നു നൽകുന്നു എന്നുള്ളത് ശരിക്കും തെറ്റാണ്. രോഗിയായ അച്ഛൻ മകന്. അപ്പൊ ഇതിലെ ആൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് ബി ആയിട്ട് പറയാം, തെറ്റായിട്ടുള്ളതാണ്. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിക്കുക. നോക്കിയേ, ഈ ഡയഗ്രാം ഒന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് ഈ ക്രോസ് ഒന്ന് നോക്കാം. ഫാദർ ഹീമോഫീലിയക്കാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ മദർ നോർമലാണ്. അപ്പൊ ഇവിടെ ഏതെല്ലാം രീതിയിലാണ്? ഇവിടെ മ്യൂട്ടന്റ് അലീലാണല്ലോ എക്സിൽ കാണുന്നത്. ഇപ്പൊ ഗാമീറ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ എക്സ് വിത്ത് മ്യൂട്ടന്റ് അലീൽ, വൈ അതിൽ ക്രോമോസോമില്ല, സോറി ജീനില്ല. ഇവിടെ മദറിൽ നിന്ന് എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്
ക്യാപിറ്റൽ H കണ്ടായിരിക്കും ആണല്ലോ. അപ്പൊ ഇത് കരിയറാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, അറിയാമല്ലോ, എല്ലാവർക്കും ക്രോസ് അറിയാമല്ലോ. ഞാൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം, ക്രോസ് ഇൻഹെറിറ്റൻസ്. ഇവിടെ കരിയർ ഡോട്ടറാണ്, ഇത് നോർമൽ ആയിട്ടുള്ള സൺ ആണ്. ഇത് ബ്രദർ സിസ്റ്റർ ആണ് അല്ലേ. ഓക്കെ, ഈ കരിയർ ആയിട്ടുള്ള ഡോട്ടറെ പിന്നെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുക ഉണ്ടല്ലോ. അപ്പോ ഈ കരിയർ ഡോട്ടറിന് എഗ് ഏതെല്ലാം രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും? ക്യാപിറ്റൽ H ഉള്ളതുണ്ട്, സ്മോൾ h ഉള്ളതുണ്ട്. അതുപോലെ ഹസ്ബൻഡിൽ നിന്ന് സ്പേം ഏതെല്ലാം രീതിയിൽ വരും? ക്യാപിറ്റൽ H ഉള്ള എക്സ് ഉണ്ട്, സോറി വൈ ഉണ്ട്. ഇതിലെങ്ങനെയൊക്കെ വരും? ഇവിടെ ഇതിപ്പോ എന്താ നോർമൽ ഫീമെയിലാണ്, ഇത് നോർമൽ സണ്ണാണ്, ഇത് കരിയർ ആയിട്ടുള്ള ഡോട്ടറാണ്, ഇത് ഹീമോഫിലിക്സ് ആണ്. ഇത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പൊ ഇവിടെ ഗ്രാൻഡ് ഫാദർ അല്ലേ, ഇത് ഇയാളുടെ ഗ്രാൻഡ് ഫാദർ അല്ലേ, ഇത് ഗ്രാൻഡ് ഫാദറിന് ഹീമോഫീലിയ ഉണ്ട്. അപ്പൊ ഹീമോഫീലിയ ഉള്ള ഗ്രാൻഡ് ഫാദറിൽ നിന്ന് ഗ്രാൻഡ് സണ്ണിലേക്ക് ഈ അസുഖം മാറി അല്ലേ. ഇതല്ലേ അസുഖം അങ്ങോട്ട് കടത്തി വിട്ടു. അപ്പൊ ഇത്തരം ഇൻഹെറിറ്റൻസിനാണ് ക്രോസ് ഇൻഹെറിറ്റൻസ്. അപ്പൊ നോക്കാം എന്താണ് ക്രോസ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് ഓഫ് എ ക്യാരക്ടർ, ഇവിടെ ഹീമോഫീലിയ. ഇതുപോലെ തന്നെ കളർ ബ്ലൈൻഡ്സ് അല്ലേ. നമ്മൾ ഹീമോഫീലിയ വെച്ചിട്ടാൽ സി അങ്ങിട്ടുണ്ടാൽ മതി, ക്യാപിറ്റൽ സിയും സ്മോൾ സിയും. ഇത് തന്നെയല്ല അല്ലേ. അപ്പോ ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടർ ഫ്രം ഗ്രാൻഡ് ഫാദർ ടു ഗ്രാൻഡ് സൺ ത്രൂ കരിയർ ഡോട്ടർ, അതാണല്ലോ ക്രോസ് ഇൻഹെറിറ്റൻസ്. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഹെമിസൈഗസ് കണ്ടീഷൻ കൂടെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ക്രോസ് തന്നെ വെച്ച് നോക്കാം. അപ്പൊ അമ്മയിൽ നിന്നും മകന് ലഭിക്കുന്ന എക്സ് ക്രോമസോം ഉൾപരിവർത്തനം സംഭവിച്ചതാണ്. ഇവിടെ ഇതിപ്പം അമ്മയിൽ നിന്നും, ഇവിടെ ഇയാളുടെ അമ്മയല്ലേ, അമ്മയിൽ നിന്നും മകന് ലഭിക്കുന്ന എക്സ് ക്രോമസോം, ഇവിടെ മകന് ലഭിച്ച എക്സ് ക്രോമസോം, അമ്മയിൽ നിന്നും ലഭിച്ച എക്സ് ക്രോമസോം. അപ്പോ മകന് അമ്മയിൽ നിന്നുമല്ലേ എക്സ് ക്രോമസോം കിട്ടുന്നത്. എക്സ് ക്രോമസോം ഉൾപരിവർത്തനം സംഭവിച്ചതാണ്, മ്യൂട്ടേഷൻ. മകനിൽ എക്സ് ലിങ്ക്ഡ് സ്വഭാവങ്ങൾ പ്രകടമാണ്. ക്ലിയർ അല്ലേ. അപ്പൊ കാരണം എന്ന് പറയുമ്പോൾ ഇതില് എക്സ് ക്രോമസോമിന് സമാനമായ ഒരു ജീൻ വൈ ക്രോമസോമിൽ കാണുകയില്ല. അപ്പൊ വൈ ക്രോമസോമിൽ എക്സ് ലിങ്ക്ഡ് സ്വഭാവത്തിന് തത്തുല്യമായ ജീനുകളില്ല. ഈ അവസ്ഥയിൽ പറയുന്നത് എന്താണ്? ഹെമിസൈഗസ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഈ ഹെമിസൈഗസ് കണ്ടീഷനിലും ക്രോസ് ഇൻഹെറിറ്റൻസും വ്യക്തമായിട്ട് മനസ്സിലായി. ഇത് നന്നായിട്ട് മനസ്സിലാവും. കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ മറ്റൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസിന്റെ കാര്യം. ഇത് മാത്രമല്ല, കുറെ അധികം കാര്യങ്ങളുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്നു. വേറെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെ, ഹീമോഫീലിയ. അപ്പോൾ ഹെമിസൈഗസ് കണ്ടീഷൻ, അതായത് ഹീമോഫീലിയ ആണുങ്ങൾക്കാണ് കൂടുതൽ ഉണ്ടാകുന്നത്. അതിന്റെ കാരണം എന്താണ്? സ്ത്രീകളിൽ വരാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് പലർക്കും അറിയാമായിരിക്കും. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി. അതിനൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഹീമോഫീലിയ, വർണ്ണാന്ധത പോലുള്ള സെക്സ് ലിങ്ക്ഡ് സ്വഭാവങ്ങൾ മുത്തച്ഛനിൽ നിന്നും മകൻ വഴി കൊച്ചുമകനിലേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്നു. ഇത്തരം പിന്തുടർച്ചാ രീതിയാണ് ക്രോസ് ഇൻഹെറിറ്റൻസ്. നമ്മുടെ ഇതില് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഓപ്ഷൻ വെച്ച് നമുക്ക് നോക്കാം. ഇവിടെ ചോദിച്ചിട്ടുള്ള ഇതാണ്, എന്താണ്? ഒന്ന്, രോഗിയായ അച്ഛൻ മകൾക്ക് ജീൻ പകർന്നു. ശരിയല്ലേ? അത് രോഗിയായ അച്ഛൻ മകൾക്ക് ജീൻ പകർന്നു നൽകുന്നു. ഏതാ? മ്യൂട്ടന്റ് ജീൻ പകർന്നു നൽകിയില്ലേ? അത് ശരിക്കും ഹീമോഫീലിയ അല്ല കൊടുത്തത്. ഹീമോഫീലിയ കോസ് ചെയ്യാനുള്ള ഒരു അല്ലീൽ പകർന്നു നൽകും. സോ ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. കാരിയറാണ്. ഓക്കെ, അപ്പൊ അത് ശരിയല്ലേ? അതുപോലെ വാഹകയായ അമ്മ മകന് ജീൻ പകർന്നു, കറക്റ്റ് അല്ലേ? വാഹകയായ അമ്മ മകന് ജീൻ പകർന്നു. വാഹകയായ അമ്മ മകൾക്ക് ജീൻ പകർന്നു നൽകും. അതൊന്ന് നോക്കാം. ഇത് വാഹകയായ അമ്മ, ഈ മകൾക്ക് ഇത് കരിയറല്ലേ? കൊടുത്തല്ല. പക്ഷെ ഒന്ന് നോർമലായി. കാര്യം ഇവിടെ അച്ഛൻ നോർമലായി. അച്ഛൻ്റെ അതിൽ നിന്ന് ഒരു എക്സ് മകൾക്ക് കിട്ടും, പക്ഷെ മകന് എക്സ് കിട്ടുന്നത് അമ്മയിൽ നിന്നാണ്. ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളായിരുന്നു അല്ലേ? അപ്പൊ വ്യക്തമായിട്ട് മനസ്സിലായാൽ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും.
ഓക്കെ, അടുത്ത അതെല്ലാം മിക്കവാറും സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യൻ കൃത്രിമ സങ്കരവൽക്കരണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ധാന്യവിളയാണ് ട്രിറ്റിക്കം, കോർഡിയം, ട്രിറ്റിക്കൽ, എലൂസിൻ. ഇത് ട്രിറ്റിക്കലാണ്. അതും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിതിൻ്റെ റീഡിങ് പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുന്നതാണ് ട്രിറ്റിക്കൽ. ബീജസങ്കലനം നടക്കാത്ത അണ്ടത്തിൽ നിന്നും ഭ്രൂണം രൂപപ്പെടുന്ന പ്രക്രിയയാണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, പാർത്തഗനിക്സ് ആണല്ലോ. ദെൻ കൊഴുപ്പിന്റെ ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നത് ഏത് കോശാംഗത്തിൽ വെച്ചാണ്? മൈറ്റോകോൺട്രിയ, ഗ്ലയോക്സിസം, കോശദ്രവ്യം, എയും ബിയും ആണ്. അതായത് കൊഴുപ്പിന്റെ ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈറ്റോകോൺട്രിയയിൽ പെറോക്സോം എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇവിടെ ഗ്ലയോക്സിസോം വരുന്നത് എന്തുകൊണ്ടാ? പെറോക്സിസോമിന് സമാനമായ സസ്യങ്ങളിൽ കാണുന്നതാണ് ഗ്ലയോക്സിസം. അപ്പോൾ അതിലും നടക്കുമല്ലോ. അപ്പോൾ അതിന്റെ പേര് ഓർത്തിരുന്നാൽ മതി. ക്വസ്റ്റ്യൻ, ഒരു സസ്യത്തിലെ രണ്ട് പുഷ്പങ്ങൾക്കിടയിൽ നടക്കുന്ന പരാഗണം എന്താണ്? ഓട്ടോഗമി, സെനോഗമി, ഗൈറ്റിനോഗമി, ക്ലീസ്റ്റോഗമി. അതില് ഗൈറ്റിനോഗമി ആണല്ലോ. ഓട്ടോഗമി ഒരു പൂവില് പരാഗരേണു അതേ പൂവിന്റെ പരാഗണ സ്ഥലത്ത് തന്നെ പതിക്കുന്നു. ഗൈറ്റിനോഗമി ഒരു പൂവിന്റെ പരാഗരേണുക്കൾ അതേ സസ്യത്തിലെ മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന രീതിയാണ് ഗൈറ്റിനോഗമി. പരാഗണ രേണുക്കൾ ഒരു പൂവിൽ നിന്ന് അതേ വർഗത്തിലുള്ള മറ്റൊരു സസ്യത്തിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് സെനോഗമി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.